മലയാളീസാ. മലപ്പുറം, കോഴിക്കോട്, ഞാനൊരാൾ തൃശ്ശൂരിന്നു. ത്രയംബകേശ്വറിൽ നിന്ന് ഏകദേശം ഒരു 5:30 ആയപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അറൗണ്ട് ഒരു 6:30 ആവണേന് മുമ്പായിട്ട് നമ്മൾ ഹർഷവാടിയിലെത്തി. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ വെച്ചിട്ട് നമുക്ക് കുറച്ച് കാലിക്കറ്റിൽ നിന്നുള്ള കുട്ടികളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഏകദേശം ഒരു 3.5 to 4 കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഹരിയർ ഫോർട്ടിലേക്ക് എത്തേണ്ടത്. ആൻഡ് ട്രക്കിങ്ങിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഈസി ടു മോഡറേറ്റ് ലെവലിലൊരു ട്രക്കിങ്ങേ നമുക്ക് ഈ ഒരു 4 കിലോമീറ്ററും വരുന്നുള്ളൂ. ഏതൊരു മലയാളി വ്ളോഗറാണ് തോന്നുന്നു കേട്ടോ ഈ ഹരിഹർ ഫോർട്ടിന് ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇവിടെയുള്ള എല്ലാ ആൾക്കാരും മലയാളികൾ മാത്രമാണ്. ബാക്കി ഏത് സ്ഥലത്തിൽ പോകുമ്പോഴും നമുക്ക് പല പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരെ കാണാൻ പറ്റും. പക്ഷെ ഹരിഹർ ഫോർട്ടിൽ മലയാളികൾ ഒഴിച്ച് ബാക്കി ഒരാളെയും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ട്രക്കിങ്ങിൻ്റെ അവസാനം നമ്മൾ ഹരിഹർ ഫോർട്ടിൻ്റെ മുമ്പിലെത്തി. ഇനിയാണ് ശരിക്കുള്ള കഥ ആരംഭിക്കുന്നത്. ഇതാണ് ഹരിഹർ ഫോർട്ടിൻ്റെ വിശ്വവിഖ്യാതമായിട്ടുള്ള സ്റ്റെപ്പുകൾ. പക്ഷെ പറയത്തക്ക പേടിയൊന്നും ഈ സ്റ്റെപ്പ് കയറുമ്പോൾ നമുക്ക് തോന്നില്ല കേട്ടോ. കാരണം സ്റ്റെപ്പിൻ്റെ 2 സൈഡിലായിട്ട് ചെറിയ കുഴികളുണ്ട് പിടിച്ചു കയറാനായിട്ട്. പിന്നെ പേടിക്കേണ്ടത് ഈ കാണുന്ന കുരങ്ങന്മാരെയാണ്. ഇവരുടെ ചെക്കിങ് കഴിയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഫുഡും വെള്ളമൊക്കെ കയ്യിൽ മാക്സിമം കരുതാതിരിക്കുക. സ്റ്റെപ്പുകൾ കയറി ചെന്ന് കഴിയുമ്പോൾ ഇതുപോലൊരു കോട്ടവാതിൽ കാണാം. അത് തുറന്ന് അകത്ത് കിടന്ന് പിന്നെയും നമുക്ക് ഏകദേശം ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റിൻ്റെ അടുത്തേക്ക് ഉണ്ട് മുകളിലേക്ക് സബ്മിറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അവിടെ ഏറ്റവും ടോപ്പിലൊരു കൊടി കാണണില്ലേ? ആ പോയിന്റിലേക്ക് കേട്ടോ നമുക്ക് എത്തേണ്ടത്. യെസ്, ഫൈനലി വി റീച്ച്. ഹൈപ്പിനുള്ള അത്രയ്ക്കൊന്നുമില്ല. പക്ഷെ അഡ്വഞ്ചറും ഹൈക്കിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മഹാരാഷ്ട്രയിലേക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്.